നമ്മുടെ ഈ സംസാരം തുടങ്ങുമ്പോൾ ഈ രാജ്യത്ത് ഇന്നേ ദിവസം ഇതുവരെ ജനിച്ച കുട്ടികളുടെ എണ്ണം ഇതാണ് 60,000 ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ സംസാരം തീരുന്നത് വരെ ഈ ജനന നിരക്ക് തത്സമയം ഈ സ്ക്രീനിൽ ഇങ്ങനെ തന്നെ കാണാൻ കഴിയും. ശരിക്കും നോക്കിയാൽ ഈ വഖഫ് എന്നത് ഒരു താൽക്കാലിക ഭീഷണി മാത്രമാണ്. കാരണം കേന്ദ്ര സർക്കാർ ഉറപ്പായും ആ വഖഫിൻ്റെ വരി ഉടച്ചിരിക്കും. എന്നാൽ എന്നാണ് വഖഫിൻ്റെ വരിയുടയ്ക്കൽ കർമ്മം നടക്കുക, അല്ലെങ്കിൽ നടത്തപ്പെടുക? ആ ചോദ്യത്തിന് മാത്രം കൃത്യമായ ഒരു ഉത്തരം നൽകാൻ തീർച്ചയായിട്ടും പോങ്ങൻ പ്രാപ്തനല്ല. എങ്കിലും വളരെ വൈകാതെ കേന്ദ്ര സർക്കാർ വഖഫിൻ്റെ വരി ഉടച്ചിരിക്കുമെന്നത് ഉറപ്പാണ്. കാരണം ഇത്രയും പ്രാകൃതമായിട്ടുള്ള ഒരു നിയമം എന്ന് പറഞ്ഞ ഒരു മത നിയമം ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇന്ത്യൻ കോടതികൾക്കും മുകളിലായി അങ്ങനെ അങ്ങോട്ട് വാഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയ വിഡ്ഢിത്തമാണ്, മണ്ടത്തരമാണ്. ഒരിക്കലും ഈ ഡിജിറ്റൽ കാലത്തിന് ചേരുന്ന തരത്തിലുള്ള ഒന്നല്ല അത്. സ്വാഭാവികമായിട്ടും ഈ മഹാരാജ്യം അത് എടുത്ത് ദൂരെ കളയും. ചിലപ്പോൾ ഒരുപക്ഷെ നവഗാന്ധിയനായിട്ടുള്ള നമ്മുടെ വെറിയൻ വാരിയർ 2024-25 താത വർഷത്തിലേക്ക് തൻ്റെ തന്തയായി തിരഞ്ഞെടുത്തിരിക്കുന്ന ആ ജവഹർ ചാച്ചൻ എന്ന സമ്പൂർണ്ണ പരേതൻ മുതൽ ആ ചാച്ചൻ്റെ മകളുടെ മകൻ്റെ വിദേശ നിർമ്മിത ഭാര്യയുടെ കളിപ്പാട്ടമായിരുന്ന മനമോഹന ശിങ്കിടി വരെയുള്ള ഭരണവേലക്കാരന്മാർ നടത്തിയിട്ടുള്ള ഹൈന്ദവ വിരുദ്ധവും ഒപ്പം രാജ്യദ്രോഹവും തികഞ്ഞിട്ടുള്ള സകല വൃത്തികേടുകളും സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടിയതിന് ശേഷം മാത്രമാവാം ഒരുപക്ഷെ വഖഫിൻ്റെ വരിയുടയ്ക്കൽ കർമ്മം കേന്ദ്ര സർക്കാർ നടത്തുക. അതിനുള്ള സാധ്യതയുണ്ട്. അതൊരു നല്ല നീക്കമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് അത്ര കണ്ട് ദഹിക്കില്ല. കാരണം ഒരുപാട് മനുഷ്യർ തീർച്ചയായിട്ടും ഭയന്ന് അസ്വസ്ഥരായി അവരുടെ ജീവിതം, അവരുടെ ചെറിയ കാലമല്ലേ ഉള്ളൂ, ആ ചെറിയ കാല ജീവിതം ഇങ്ങനെ ഇവിടെ നരകിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരുമെന്ന് പറയുന്ന ചിന്ത തീർച്ചയായിട്ടും എന്നെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും അതെനിക്കൊരു മനപ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്തായാലും ഭീഷണിയെ പെറിയിപ്പിക്കാനുള്ള ശേഷി എക്കാലവും വഖഫിനുണ്ടാവും എന്ന് കരുതുന്നത് ബുദ്ധിയല്ല. അത് സംഭവിക്കില്ല. പക്ഷെ അതുവരെ അല്പം ആശങ്കയും അനിശ്ചിതത്വവും പലർക്കും അനുഭവിക്കേണ്ടി വരും എന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത തന്നെയാണ്. എങ്കിലും ആളുകളുടെ ആ ആശങ്ക ആശ്വാസത്തിനും അതുപോലെ അനിശ്ചിതത്വം ആനന്ദ നിർവൃതിക്കും വഴിമാറും എന്നുള്ള കാര്യം പോങ്ങൻ ഉറപ്പാണ്. അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പായി പറയാനാണ് പോങ്ങന്റെ സാമാന്യ ബോധം പോങ്ങന്റെ നാവിനെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് വഖഫ് ഒരു സ്ഥിര ഭീഷണിയായി പോങ്ങൻ കരുതുന്നില്ല. സത്യത്തിൽ ഈ രാജ്യത്തെയും ഇവിടുത്തെ മനുഷ്യരെയും അപകടത്തിലാക്കാൻ പോകുന്നത് മറ്റൊരു ഭീഷണിയാണ്, ഒരു കിണ്ണം കാച്ചിയ ഭീഷണി. ആ ഭീഷണിയെ പറ്റിയാണ്, ആ അപകടത്തെ പറ്റിയാണ് പോങ്ങൻ എന്ന് പറയുന്നത്. പക്ഷെ അതിലേക്ക് പോകും മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ പതിവ് പോലെ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മനുഷ്യ സമ്പത്തിൽ നമ്മുടെ രാജ്യം ഒന്നാമതാണ്. ശിശു നിർമ്മാണമാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുടിൽ വ്യവസായം എന്ന് പോങ്ങന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓരോ ദമ്പതിമാരും വിശ്രമമെടുക്കാതെ ശിശു ഉൽപാദന രംഗത്ത് വിയർത്തുകൊണ്ടേയിരിക്കുകയാണ്. പ്രത്യുൽപാദന ശേഷിയെ പരമാവധി അളവിൽ പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ പൗരന്മാർ മത്സരബുദ്ധിയോടുകൂടി പരിശ്രമിക്കുന്നതിനാൽ പ്രജനന രംഗത്ത് ചൈനയെ പിന്തള്ളാൻ ഈ മഹാരാജ്യത്തിന് തീർച്ചയായിട്ടും ഇതുവരെ വളരെ വേഗം സാധിച്ചിട്ടുണ്ട്. ഇനി ഇത് നിലനിർത്താനും നമുക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പോങ്ങന്റെ ഒരു വിചാരം. ചൈനയേക്കാൾ എത്രയോ പേറ്റു ദൂരം മുന്നിലായി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് നമ്മുടെ ഭാരതം. 25 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ 104 കോടി ജനങ്ങളുണ്ടായിരുന്നു. ചൈനയിൽ 125 കോടി. കാൽ നൂറ്റാണ്ടിന് ഇപ്പുറത്ത് ഇന്ത്യയുടെ ജനസമ്പത്ത് 142 കോടിയും ചൈനയുടേത് 141 കോടിയുമാണ്. അങ്ങനെയാണ്.
അതായത് കഴിഞ്ഞ 25 കൊല്ലം കൊണ്ട് വെറും 16 കോടി ശിശുക്കളെ മാത്രമേ ചൈനയ്ക്ക് വിപണിയിൽ ഇറക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കൊണ്ട് 38 കോടിയാണ്, അതല്ലേ കണക്ക്, 38 കോടിയാണ് പേറ്റ് വ്യവസായത്തിലൂടെ സമ്പാദിച്ചത്. 38 കോടി, ചൈനയേക്കാൾ ഇരട്ടിയിലും അല്പം കൂടുതൽ. പെണ്ണുങ്ങൾ പെറ്റും ആണുങ്ങൾ പെറീപ്പിച്ചും ജനസമ്പാദ്യം നിത്യേന വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ്. ഇന്നേ ദിവസം ഇതുവരെ ഇപ്പോൾ നമ്മുടെ കണക്ക് പ്രകാരമാണെങ്കിൽ 61,000 അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും പെണ്ണുങ്ങൾ വളരെ നിസ്സാരമായി പെറ്റുകൊടുത്തു. നാളത്തെ പേറുറപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് രാജ്യത്തെമ്പാടും ലക്ഷക്കണക്കിന് വരുന്ന ആണുങ്ങൾ കച്ചയഴിച്ചാട്ടം അർപ്പിത ബുദ്ധിയോടുകൂടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കണക്ക് കൃത്യമായി നമുക്ക് ലഭ്യമല്ല. എന്തായാലും ശിശു നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ദമ്പതിമാരുടെ പിഴപറ്റ കൃത്യനിർവഹണ ത്വര കാരണം ജനസമ്പത്തിൽ അടുത്തിടെയൊന്നും ഇടിവ് വരാനിടയില്ല. സത്യത്തിൽ ഈ ജനസമ്പത്ത് എങ്ങനെയാണ് ഭാരതത്തിന് ഭീഷണിയാവുക എന്ന് പല നിഷ്കളങ്കരും തീർച്ചയായിട്ടും ചോദിച്ചേക്കാം, അങ്ങനെ സംശയിച്ചേക്കാം. അല്പം കണക്ക്, സ്വല്പം നിരീക്ഷണം, ലേശം വിശകലനം, ശകലം ആലോചന, ഇത്തിരി അനുമാനം, കുറച്ച് സാമൂഹ്യ ജ്ഞാനം, ഇത്രയും കാര്യങ്ങളുടെ സഹായമുണ്ടെങ്കിൽ നമ്മുടെ ജനസമ്പത്ത് എങ്ങനെ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാകുമെന്ന് നിഷ്കളങ്കർക്ക് മാത്രമല്ല ആർക്കും പിടികിട്ടുന്നതേ ഉള്ളൂ. ഈ പോങ്ങന് പോലും പിടികിട്ടി. പോങ്ങൻ ഒരു ഉദാഹരണത്തിലൂടെ വേണമെങ്കിൽ കാര്യം വ്യക്തമാക്കാം. വേണ്ടെങ്കിലും വ്യക്തമാക്കാം. ആരോഗ്യരംഗത്ത് വളരെ ശക്തമായിട്ടുള്ള അറിവുള്ള ഒരാളൊന്നുമല്ല പോങ്ങൻ. എങ്കിലും കൊളസ്ട്രോളിനെ പറ്റിയൊക്കെ സാമാന്യ ജ്ഞാനം ഇന്ന് എല്ലാവർക്കുമുണ്ട്, അല്ലേ? പോങ്ങനുമുണ്ട്. അതുകൊണ്ട് കാര്യം പറയാൻ കൊളസ്ട്രോളിനെ ഞാൻ കൂട്ടുപിടിക്കുകയാണ്. ശരീരത്തിൽ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉണ്ട്. നല്ല കൊളസ്ട്രോൾ ആയിട്ടുള്ള HDLന്റെയും ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDLന്റെയും അനുപാതം നോക്കിയാണ് ആരോഗ്യത്തിന് അപകടകരമായിട്ടുള്ള പരുവത്തിലാണോ ഈ കൊളസ്ട്രോളിന്റെ പ്രകടനമെന്ന് ഡോക്ടർമാർ വിലയിരുത്തുന്നത്, അല്ലേ? HDL കുറയുകയും LDL കൂടുകയും ചെയ്യുന്ന സ്ഥിതി ആരോഗ്യത്തിന് ഒട്ടും ഗുണം ചെയ്യില്ല. ആ അവസ്ഥ ജീവന് ഭീഷണിയാവാനുള്ള സാധ്യത പോലും പകരുന്നതാവും, അല്ലേ? അപ്പോൾ കരുതലെടുക്കുക തന്നെ വേണം, ഉറപ്പായും വേണം. നമ്മുടെ സംസാരം തുടങ്ങി ഇത്ര നേരമേ ആയിട്ടുള്ളൂ, അല്ലേ? ഇപ്പോൾ തന്നെ നോക്കുക, ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ 61,158, 59, 60 അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും കുട്ടികൾ ഇവിടെ ജനിച്ചു കഴിഞ്ഞു. ഇതാണ് ഈ രാജ്യത്തിന്റെ പേറ്റുനില. നമ്മുടെ മാനവ വിഭവശേഷി വർദ്ധിക്കുന്നതായി വേണമെങ്കിൽ പറയാം അങ്ങനെ. പക്ഷേ ഞാനതിനെ അങ്ങനെ അങ്ങ് കണക്കാക്കില്ല, ഒട്ടും കണക്കാക്കില്ല. നല്ല കൊളസ്ട്രോൾ കുറയുകയും ചീത്ത കൊളസ്ട്രോൾ ഉയരുകയും ചെയ്യുന്നത് ആരോഗ്യ ലക്ഷണമല്ല. ഒരു രാഷ്ട്രീയ ശരീരത്തെ സംബന്ധിച്ച് അതിലെ പൗരന്മാരെ നല്ല കൊളസ്ട്രോൾ എന്നും അതുപോലെ ചീത്ത കൊളസ്ട്രോൾ എന്നും വേർതിരിക്കാം. ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളെ മറ്റെന്തിനേക്കാളും വലുതായി മാനിക്കുകയും ആ രാജ്യത്തെ മാതൃരാജ്യമായി മനസ്സിലാക്കുകയും ചെയ്യുന്ന പൗരന്മാരെ തീർച്ചയായിട്ടും നല്ല കൊളസ്ട്രോളുകളായിട്ടുള്ള HDL കൊളസ്ട്രോൾ എന്ന നിലയിൽ തന്നെ കാണണം, അങ്ങനെ ഗണിക്കണം. അതുപോലെ ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കാൾ സ്വന്തം മതത്തിൻ്റെ നിയമങ്ങളെ മാനിക്കുകയും ദേശസ്നേഹത്തെക്കാൾ മതസ്നേഹം സ്വഭാവത്തിൽ പേറുകയും ആലോചനയിലും ആസനത്തിലും വരെ മതം സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് തീർത്തും അന്യതാബോധത്തോടെ വെറും മതസ്ഥരായി മാത്രം ഒരു രാജ്യത്ത് കഴിയുന്നവരെ ചീത്ത കൊളസ്ട്രോളുകളായിട്ടുള്ള LDL കൊളസ്ട്രോളുകളായി തന്നെയാണ് കണക്കാക്കേണ്ടത്. ആ നിലയിൽ നോക്കുമ്പോൾ നിലവിലെ ജനപ്പെരുപ്പത്തെ മാനവ വിഭവശേഷിയായി ഗണിക്കാൻ കഴിയുന്ന ഒരു ജനസമ്പത്തായി പോങ്ങൻ കൂട്ടാക്കില്ല. അതിൻ്റെ കാരണം തീർച്ചയായിട്ടും പോങ്ങൻ നാളെ പറയൂ. അപ്പോൾ വളരെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്യും. ഇപ്പോൾ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. വളരെ ആവേശഭരിതനായി ഉള്ളിലുള്ളതെല്ലാം ഒറ്റക്കീച്ചൻ അങ്ങ് തട്ടുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇതൊന്നും ആരും കേൾക്കാനും താല്പര്യപ്പെടുന്നില്ല, കേട്ടവർക്കും മനസ്സിലാവാതെയും പോകുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കാര്യമായ രീതിയിൽ അത് മുഷിപ്പുമാകുന്നുണ്ട്, ബുദ്ധിമുട്ടുമാകുന്നുണ്ട്, ഒക്കെ കുഴപ്പമാണ്. അതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് ബുദ്ധി എന്നൊരു തോന്നൽ പോങ്ങനുണ്ടാകുന്നു. നമുക്ക് രണ്ടു കൂട്ടർക്കും അതാണ് നല്ലത്. കാരണം മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. ഇതെല്ലാം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി നാളെ തുടരാം. താല്പര്യമുള്ള സഹപോങ്ങന്മാർ തീർച്ചയായിട്ടും വരണം, കേൾക്കണം, അഭിപ്രായങ്ങൾ പറയണം. സബ്സ്ക്രൈബ് ചെയ്യുകയോ
മറ്റ് പ്രോത്സാഹനങ്ങളൊന്നും തന്നെ നൽകേണ്ടതില്ല. ഒന്ന് കാണാൻ കഴിയുമെങ്കിൽ, എന്തെങ്കിലും അതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ആ പ്രതികരണം എന്തായാലും അതൊന്ന് അറിയിക്കാൻ ഒരു മനസ്സ് കാണിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷമാകും. കാരണം അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും ആത്മാർത്ഥമായിട്ടാണ്. കുറച്ചുകൂടി വിനോദം പകരുന്നതായിട്ടുള്ള വിഷയങ്ങൾ കണ്ടെത്തി സംസാരിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി എനിക്ക് ഗുണം ചെയ്യുമെങ്കിലും എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് ഒരു തരത്തിലും അത് എന്നെ സഹായിക്കില്ല. അമ്മാതിരിയുള്ള വർത്തമാനം. നിങ്ങളൊക്കെ തിരക്കുള്ളവരാണ് അല്ലേ? നിങ്ങളൊക്കെ വളരെ വലിയ തിരക്കുള്ളവരാണ്. കാരണം നിങ്ങൾക്ക് സ്വന്തമായി ഒരുപാട് വലിയ മഹത്തായിട്ടുള്ള ജീവിതമുണ്ട്, കുടുംബമുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ഇതെല്ലാം സാക്ഷാത്കരിക്കാൻ, സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, സുഗമമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ ഒക്കെ നിങ്ങൾ നന്നായി അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. എനിക്കൊരു കോപ്പുമില്ല. ഒറ്റത്തടി നേരെ നോക്കുന്ന സമൂഹത്തിലേക്കാണ്. സമൂഹത്തിൽ മാത്രം നോക്കിയിരുന്നാൽ മതി. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം എൻ്റെ ഉള്ളിലോട്ട് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കിടുകും. അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് നോക്കുക, സമൂഹത്തിലേക്കാണ് നോക്കുന്നത്. നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കുന്നില്ല. നിങ്ങൾ സമൂഹത്തിൽ മുഴുകി ജീവിക്കുന്നുണ്ട്. ഞാൻ മാറി നിന്ന് സമൂഹത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് പിടികിട്ടും. ഏത് കൊനഷ്ട് കൃത്യമായിട്ട് പിടികിട്ടും. കാരണം ഇതിനകത്ത് കുശാഗ്ര ബുദ്ധിയാണ് കൂടുതലുള്ളത്, നല്ല ബുദ്ധിയല്ല എന്ന് തോന്നുന്നു. എനിക്ക് പെട്ടെന്ന് കള്ളന്മാരെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഉഡായിപ്പ് മനസ്സിലാവുന്നുണ്ട്. വരാനിരിക്കുന്ന കുഴപ്പം പിടികിട്ടുന്നുണ്ട്. നമുക്കിട്ട് വെക്കുന്ന ആപ്പ് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ഞാനത് വിളിച്ചു പറയുന്നുണ്ട്. ഒരു ചെവി തന്നിട്ട് പോകണം കേട്ടോ. നമുക്ക് പറയാം, തുടരാം. വളരെ നന്ദി, സന്തോഷം. ഇതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പെറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം മാത്രമാണ്. ഇന്ന് രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 1 ലക്ഷം കടന്നേക്കും. അതാണ് പേറ്റുനില, പേറ്റുപോക്ക്. എന്താവോ എന്തോ. മഹാഭൂരിപക്ഷവും LDL ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ട്രൈഗ്ലിസറൈഡ്സും ഉണ്ട്, സുടുക്കൾ ട്രൈഗ്ലിസറൈഡ്സ് അതിനകത്തുണ്ട്. അപകടമോ? നമുക്ക് നാളെ പറയാം. ഇതാ പോണു 477, 78, 79, 80, 81. പൂശകശ. കമ്മല് പോയോ? അയ്യോ. you